അപ്പോൾ എൻ്റെ വീട്ടിൽ എന്ന് വെച്ചാൽ തുപ്പലം പൊട്ടിയുണ്ട്. അത് തുപ്പലം പൊട്ടി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയൽ. ഇനി വേറെ എന്തെങ്കിലും പറയാമെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് തുപ്പലം പൊട്ടി പറിച്ചാലോ. തുപ്പലം പൊട്ടി വരുന്ന ഈ ഉണങ്ങിയതിൽ പച്ചയിലുണ്ടാവും, പക്ഷെ അത് വർക്കാവില്ല. എൻ്റെ കൈയാണെങ്കിൽ നനഞ്ഞിരിക്കുക. അപ്പോൾ ഇത് പൊട്ടാൻ മനസ്സുണ്ട്. ഇനി ഈ ഒരു പച്ച എടുക്കാനുള്ള കാരണം വെച്ചാൽ അതിൻ്റെ പകുതിയോളം ഉണങ്ങിയിട്ടുണ്ട്. അവന് നമുക്ക് അതുപോലെ എടുക്കാനുണ്ടാവും. പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പൊട്ടി അത് പൊട്ടുന്നുണ്ടില്ലേ പൊട്ടുന്നുണ്ടില്ലേ. ഇപ്പം എൻ്റെ കൈ നനഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പോയി പിടിച്ചുകൊണ്ടാണ്. നമ്മൾ തുപ്പലം കൊണ്ട് തന്നെ ആക്കണമെന്നൊന്നുമില്ല, എങ്ങനെയായാലും മതി. ഇത് പൊട്ടും, കുറച്ച് വെള്ളമായാലും മതി. പക്ഷെ നമ്മൾ വേണമെങ്കിൽ തുപ്പലം പൊട്ടിയെന്ന് അറിയാം, വായിലിട്ടീനെ പൊട്ടിക്കുന്ന പണ്ട് പറിക്കാം കേട്ടോ. ഇതെങ്കിലും കുറച്ച് പച്ച ഉണ്ടെങ്കിലും കുറേ ഉണങ്ങിയതും ഉണ്ട്. അതെടുക്കാം. നമ്മുടെ ഇവിടെ വരുന്ന സൈഡിലായിട്ട് കാടിലാണ് ഇട്ടത് വരുന്നത്. നമുക്ക് രാവിലെ കുറച്ച് കുഞ്ഞ് പൈനാപ്പിൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് പൈനാപ്പിൾ ഇട്ട് ഇവിടുത്തെ പൈനാപ്പിളാണ്. നമുക്കിനി എവിടെയുള്ള ജസ്റ്റ് നോക്കണം. വരും എങ്കിലും കുറച്ചൊക്കെ ഇങ്ങനെ ഉണങ്ങിയിട്ടുള്ളതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. നമുക്കത് പൊട്ടാൻ മതിയല്ലോ. എന്താ ഇതും കൂടെ എടുത്തിട്ട് അവസാനിപ്പിക്കാം. ഇത് എല്ലാം കൂടെ ഇത് എടുക്കാം കേട്ടോ. ഇതാണ്ടോ ഇതും കൂടെ എടുക്കാതൊക്കെ നല്ലതാണ്. അത് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് പോകാം കേട്ടോ. ഇതവിടെ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് അതിങ്ങനെ ഈ ഒരു ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നോക്കിക്കൊള്ളട്ടെ ഇങ്ങനെ പൊട്ടുന്ന. കണ്ടില്ല, ഒച്ച നിങ്ങൾ കേൾക്കണില്ലേ? എല്ലാം പൊട്ടിയും തോന്നുന്നില്ല. എല്ലാം പൊട്ടിയും തോന്നുന്നു. എല്ലാം വർക്ക് ചെയ്യണമെന്നില്ല, നോക്കാം. പ്രത്യേകിച്ച് എല്ലാം പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ബൈ ഗൈസ്.